എല്ലാവർക്കും നമസ്കാരം. ഫെബ്രുവരി മാസ രാശിഫലങ്ങളെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ചന്ദ്രനെ കൂടാതെ ബുധൻ, ചൊവ്വ, ശുക്രൻ, സൂര്യൻ എന്നീ ഗ്രഹങ്ങൾ ഈ മാസം രാശി മാറുന്നുണ്ട്. ഇതിൽ ബുധൻ മാസം തുടങ്ങുമ്പോൾ ധനുക്കൂറിൽ നിന്ന് മകരത്തിലേക്കും പിന്നീട് 20-ാം തീയതി മകരത്തിൽ നിന്ന് കുംഭത്തിലേക്കും രാശി മാറുന്നുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ മേടം മുതൽ മീനം വരെയുള്ള 12 കുറുകൾ ജനിച്ച വ്യക്തികൾക്ക് നൽകാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ഓരോ വ്യക്തിയുടെയും ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരി, എന്നാൽ നമുക്കിനി ഫെബ്രുവരി മാസ രാശിഫലങ്ങളിലേക്ക് കിടക്കാം. മിഥുനക്കൂറിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസ രാശിഫലങ്ങളെ നോക്കാം. രാശിയധിപനായ ബുധൻ ഫെബ്രുവരി 20-ാം തീയതി വരെ അഷ്ടമരാശിയിലും പിന്നീട് 9-ാം ഭാവമായ കുംഭത്തിലും സഞ്ചരിക്കാൻ പോവുകയാണ്. 20-ാം തീയതി വരെയുള്ള ഈ സമയത്ത് മിഥുനക്കൂറുകാർക്ക് പല രീതിയിൽ മനോവിഷമങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയില്ല. ബുധൻ കുംഭരാശിയിലേക്ക് മാറിയതിനു ശേഷം ഇതുപോലെ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാറുകയും നന്നായി പഠിക്കുവാൻ സാധിക്കുന്നതുമാണ്. രാശിയധിപനായ ബുധൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്ന അതേസമയം 12-ാം തീയതി മുതൽ 5-ാം ഭാവാധിപനും പ്രേമത്തിനൊക്കെ കാരകഗ്രഹവുമായ ശുക്രനും അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ മിഥുനക്കൂറിൽ ജനിച്ച പ്രണയിതാക്കൾക്ക് ഇത് മോശം സമയമാണ്. പ്രണയ നൈരാശ്യം വരാനുള്ള സാധ്യത ഈ മാസം വളരെ കൂടുതലാണ്. ദശാപഹാരങ്ങളും കൂടി പ്രതികൂലമാണെങ്കിൽ മാത്രമേ ദോഷഫലങ്ങൾ അധികം ഉണ്ടാവുകയുള്ളൂ. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇത് അത്ര നല്ല സമയമല്ല. വിവാഹകാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാകും. എങ്കിലും ഇതുപോലെയുള്ള ദോഷഫലങ്ങളൊക്കെ 20-ാം തീയതി മുതൽ കുറച്ചായിട്ട് കുറയാൻ തുടങ്ങുകയും പിന്നീട് അടുത്ത മാസം ആദ്യ വാരത്തിൽ ശുക്രൻ അഷ്ടമരാശിയിൽ നിന്ന് മാറിയതിനു ശേഷം പൂർണ്ണമായും മാറുന്നതുമാണ്. സൂര്യൻ ഈ മാസം 13-ാം തീയതി വരെ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നത് സർക്കാർ ജോലിയിലുള്ളവർക്കും രാഷ്ട്രീയക്കാർക്കും ദോഷം ചെയ്യും. സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായമോ ആനുകൂല്യമോ ഒക്കെ നേടാൻ ശ്രമിക്കുന്നവർ ഈ മാസം 13-ന് ശേഷം അതിനുവേണ്ടി ശ്രമിക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ അതിൽ തടസ്സവും കാലതാമസവും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. 6-ാം ഭാവാധിപനായ ചൊവ്വ 5-ാം തീയതി മുതൽ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നത് മൂലം ശത്രുക്കളുടെ എണ്ണവും വർദ്ധിക്കുന്നതാണ്. അങ്ങനെ ഈ മാസം ചില ഗ്രഹങ്ങൾ ദോഷം നൽകുന്ന രീതിയിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഒരു ഗ്രഹം വളരെ അനുകൂലമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ആ ഗ്രഹം നിങ്ങളുടെ പല ദോഷഫലങ്ങളെയും വളരെയധികം കുറയ്ക്കുന്നതുമാണ്. അത് വ്യാഴഗ്രഹമാണ്. വ്യാഴം 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഞാൻ ഈ പറഞ്ഞ മനോവേദനയും മറ്റുള്ള പ്രശ്നങ്ങളുമൊക്കെ ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടുന്നതാണ്. ഈ മാസം 8, 9 തീയതികളിൽ ചന്ദ്രൻ അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആ ദിവസങ്ങളിൽ ദൂരയാത്രകൾ ഒഴിവാക്കുകയും പുതിയ കാര്യങ്ങൾ തുടങ്ങാതിരിക്കുന്നതുമാണ് നല്ലത്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ മാസം പകുതി വരെ സമയം മോശമാണെങ്കിലും അതിനുശേഷം അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മിഥുനക്കൂറിൽ ജനിച്ചവർക്കായുള്ള ഫെബ്രുവരി മാസ രാശിഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കർക്കിടകക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെപ്പറ്റി നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.